നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇവ മൂന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇവ തമ്മിലുള്ള യഥാർത്ഥ തന്ത്രപരമായ വ്യത്യാസം, അതായത് സ്ട്രാറ്റജിക് ഡിഫറൻസ് എന്താണ്? ഇത് നിങ്ങളുടെ പരീക്ഷയിലെ ഒരു നിർണായക ചോദ്യം കൂടിയാണ്. ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം നല്ല വ്യക്തമായിരിക്കും. അക്കൗണ്ടിങ്ങിനെ നമുക്കൊരു കെട്ടിടം പോലെ സങ്കല്പിക്കാം. അതിന് പ്രധാനമായും 3 തൂണുകളുണ്ട്. ഇവിടെ പറയുന്നത് പോലെ ദ ഫൗണ്ടേഷൻ, ദ പാർട്ട്ണർ, പിന്നെ ദ സ്ട്രാറ്റജിക് ലീഡർ. അതായത് ഒന്ന് നല്ലൊരു അടിത്തറ, രണ്ടാമത്തേത് ഒരു വിശ്വസ്തനായ പങ്കാളി, മൂന്നാമത്തേത് വഴികാട്ടുന്ന ഒരു തന്ത്രജ്ഞനായ നേതാവ്. ഓരോ തൂണിനും അതിൻ്റേതായ ഒരു റോളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ തൂണിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഇതാണ് ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനം, അഥവാ ദ ഫൗണ്ടേഷൻ. ഏതൊരു ബിസിനസ്സിനും ഇത് നിയമപരമായി നിർബന്ധമാണ്, അതായത് മാൻഡേറ്ററിയാണ്, ഒരു ഓപ്ഷനല്ല. ഒരു സ്ഥാപനത്തിന്റെ ഓരോ ദിവസത്തെയും സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുക, വർഷാവസാനം ലാഭമാണോ നഷ്ടമാണോ എന്ന് കാണിക്കുക, പിന്നെ ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില എന്താണെന്ന് വ്യക്തമാക്കുക. ഇതാണിതിന്റെ പ്രധാന ജോലി. ഇനി രണ്ടാമത്തെ തൂണിലേക്ക് വരാം, കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഇത് ബിസിനസ്സിന്റെ ഒരു പങ്കാളിയെപ്പോലെയാണ്, ദ പാർട്ട്ണർ എന്ന് പറയാം. ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പോലെ നിർബന്ധമുള്ള ഒന്നല്ല, ഇത് ഓപ്ഷണലാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഉൽപ്പന്നത്തിനും അല്ലെങ്കിൽ സേവനത്തിനും എത്ര ചെലവ് വരുന്നുവെന്ന് കൃത്യമായി കണ്ടെത്തുക, എന്നിട്ട് ആ ചെലവ് എങ്ങനെ കുറയ്ക്കാമെന്ന് ആലോചിക്കുക. എന്തിനാണത്? മാർക്കറ്റിൽ മറ്റുള്ളവരുമായി മത്സരിച്ചു നിൽക്കാനല്ലേ? ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗും കോസ്റ്റ് അക്കൗണ്ടിംഗും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കൂ. ഒന്ന് നിയമപരമായി നിർബന്ധം, മറ്റേത് ഓപ്ഷണൽ. ഒന്നിന്റെ ഫോക്കസ് പുറത്തുള്ളവർക്ക്, അതായത് ഷെയർ ഹോൾഡേഴ്സിനും ഗവൺമെന്റിനും വേണ്ടിയാണ്. എന്നാൽ രണ്ടാമത്തേത് പൂർണ്ണമായും സ്ഥാപനത്തിനകത്തുള്ള മാനേജ്മെന്റിനു വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഈ 2 തൂണുകൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ തൂണിന്റെ ആവശ്യകതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കഥാനായകന്റെ വരവ്. ഒരു സ്ട്രാറ്റജിക് ലീഡറായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് രംഗപ്രവേശം ചെയ്യുന്നത്. ആധുനിക ബിസിനസ് ലോകം നേരിട്ട പുതിയ വെല്ലുവിളികൾ എങ്ങനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ജന്മം നൽകിയതെന്ന് നോക്കാം. ഈ കാണുന്ന 5 കാരണങ്ങളാണ് പ്രധാനമായും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ അത്യാവശ്യമാക്കിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ബിസിനസ്സുകൾ രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്നുപോയി. മാർക്കറ്റിലെ മത്സരം 10 മടങ്ങ് വർദ്ധിച്ചു. ടെക്നോളജിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വന്നു. ചെലവ് നിയന്ത്രിക്കുന്നത് അതിജീവനത്തിന്റെ ഭാഗമായി. നിയമപരമായ നിബന്ധനകൾ കൂടി. അപ്പോൾ വെറുതെ കണക്കെഴുതി വച്ചാൽ മതിയോ? പോരാ. ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം, തന്ത്രപരമായ തീരുമാനങ്ങളെടുക്കണം. അവിടെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഒരു വലിയ റോള് വരുന്നത്. അപ്പോ ഈ പറയുന്ന സ്ട്രാറ്റജിക് ലീഡർ എന്ന നിലയിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്? അതിന്റെ വ്യാപ്തി, അതായത് സ്കോപ്പ് എത്രത്തോളമുണ്ട്? നമുക്ക് നോക്കാം. ലണ്ടനിലെ സിമ നൽകുന്ന ഈ ഔദ്യോഗിക നിർവചനമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാം, പക്ഷെ സംഭവം വളരെ സിമ്പിളാണ്. മാനേജ്മെന്റിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട എല്ലാ വിവരങ്ങളും കണ്ടെത്തുക, അളക്കുക, വിശകലനം ചെയ്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആശയവിനിമയം നടത്തുക. എന്തിനുവേണ്ടി? ശരിയായി പ്ലാൻ ചെയ്യാനും, പ്ലാൻ വിലയിരുത്താനും, ഇവാലുവേറ്റ്, പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും കൺട്രോൾ. അത്രയുള്ളൂ. ഇതിലെ ആദ്യത്തെ സെറ്റ് ലക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതെല്ലാം ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളാണ്. ലോങ് ടേമിലേക്കുള്ള സ്ട്രാറ്റജിക് തീരുമാനങ്ങളെടുക്കാൻ സഹായിക്കുക, ബിസിനസ് പ്ലാനുകൾ ഉണ്ടാക്കുക, കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് നിയന്ത്രിക്കുക. ചുരുക്കത്തിൽ കമ്പനിയുടെ തലപ്പത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ട ഡാറ്റ നൽകുക. ഇനി രണ്ടാമത്തെ കൂട്ടൻ ലക്ഷ്യങ്ങൾ നോക്കിയേ. ഇത് കുറച്ചുകൂടി ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങളാണ്. ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും, അതായത് ഓപ്പറേഷൻസിനെക്കുറിച്ചും, സ്ഥാപനത്തിന്റെ ആസ്തികൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും, അതായത് സ്റ്റ്യൂവർഡ്ഷിപ്പിനെക്കുറിച്ചുമാണ് പറയുന്നത്. കമ്പനിയിലെ വിഭവങ്ങൾ പാഴാക്കാതെ ഉപയോഗിക്കുക, ഷെയർ ഹോൾഡർമാരെ കാര്യങ്ങൾ അറിയിക്കുക, കമ്പനിയുടെ ആസ്തികൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് അഥവാ വ്യാപ്തി എത്ര വലുതാണെന്ന് നോക്കൂ. ഇത് വെറും കണക്കുകളിലോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലോ ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഹ്യൂമൻ റിസോഴ്സസിലേക്ക് പോകുന്നു, റിസ്ക് മാനേജ്മെന്റിലേക്ക് പോകുന്നു, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസ്, എക്കണോമിക്സ്. ശരിക്കും പറഞ്ഞാൽ ബിസിനസിന്റെ എല്ലാ കോണുകളിലും ഇതിനൊരു റോളുണ്ട്. ഓക്കെ, നമ്മൾ തിയറി കുറേ സംസാരിച്ചു.
ഇനി കുറച്ച് പ്രാക്ടിക്കലാകാം അല്ലേ? ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്മാർ എന്ത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്? നമുക്കവരുടെ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കാം. ഇവയാണ് അതിലെ പ്രധാനപ്പെട്ട ചില ടൂളുകൾ: ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, അങ്ങനെ പലതുമുണ്ട്. ഇതില് ഈ മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പവർഫുൾ ടൂൾസാണ്. ഒരു പുതിയ പ്രോഡക്റ്റ് തുടങ്ങണോ വേണ്ടയോ എന്ന് വരെ തീരുമാനിക്കാൻ ഇതൊക്കെ സഹായിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ആയുധം എപ്പോഴുപയോഗിക്കണം എന്നറിയുന്നതാണ്, അല്ലേ? ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ. കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഉപയോഗിക്കാം. അതുപോലെ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് കൂടി തുടങ്ങിയാൽ ലാഭമുണ്ടാകുമോ എന്നറിയാൻ ബ്രേക്ക് ഈവൻ പോയിന്റ് അനാലിസിസ് ആണ് ഏറ്റവും നല്ലത്. അപ്പോ പ്രശ്നമേതാണോ അതിനനുസരിച്ചുള്ള ടൂൾ എടുത്ത് പ്രയോഗിക്കണം. ശരി, അപ്പോൾ നമ്മൾ 3 തൂണുകളെക്കുറിച്ചും അവയുടെ ടൂൾസിനെക്കുറിച്ചും പഠിച്ചു. ഇനി ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് ഒരു യൂണിഫൈഡ് സിസ്റ്റമായി പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ JAIB പരീക്ഷയ്ക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ശ്രദ്ധിക്കണേ. അപ്പം നോക്കൂ, ഇതിനൊരു കൃത്യമായ ഒഴുക്കുണ്ട്. ഒന്നാമതായി ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് അടിത്തറയിട്ടു, ബിസിനസിന്റെ ഒരു യഥാർത്ഥ ചിത്രം തന്നു. അതിന്റെ മുകളിലേക്ക് രണ്ടാമതായി കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒരു നിയന്ത്രണ പാളിയായി വന്നു, ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിച്ചു. ഇനി ഇവ രണ്ടും തന്ന വിവരങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഭാവിയിലേക്കുള്ള വഴി കാണിക്കുന്നത്, ഒരു സ്ട്രാറ്റജിക് ഡയറക്ഷൻ നൽകുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ പോയിന്റുകൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഒരു ക്വിക്ക് റിവിഷൻ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇത് മാൻഡറ്ററി ആണ്, ഇതിന് എക്സ്റ്റേണൽ ഫോക്കസ് ആണ്. പിന്നെ ഇത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ, അതായത് കഴിഞ്ഞ പോലെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇത് ഓപ്ഷണൽ ആണ്, ഇതിന് ഇന്റേണൽ ഫോക്കസ് ആണ്, പ്രധാനമായും ചെലവ് നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇത് സ്ട്രാറ്റജിക് ആണ്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, അതായത് ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇതിന് ഏറ്റവും വിശാലമായ സ്കോപ്പുണ്ട്. സിമ്പിൾ അല്ലേ? അപ്പോൾ എന്താണിതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം? ഫൗണ്ടേഷൻ, കൺട്രോൾ, സ്ട്രാറ്റജിക് ഡയറക്ഷൻ. ഈ 3 തൂണുകളും എത്രത്തോളം ഭംഗിയായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നോ അത്രത്തോളം മികച്ചതായിരിക്കും ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു ബന്ധം മനസ്സിലാക്കുന്നതിലാണ് ഈ വിഷയത്തിന്റെ യഥാർത്ഥ വിജയം.